അപ്പം ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നില്ല. അവിടുത്തെ ആവശ്യത്തിന് ചെല്ലുമ്പോൾ ഞാനും അമ്മയ്ക്ക് അടുക്കള വച്ചിട്ടാണ്. അമ്മയ്ക്ക് ഒരു നല്ല പുതിയ ഡ്രസ് ഇട്ട് നിൽക്കുമ്പോൾ ഞങ്ങളുടെ അപ്പച്ചൻ നല്ല ഫോമായിരിക്കും. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ വീട്ടിൽ മോശം ഒരു വടിയെടുത്ത് കടന്ന് പാകിച്ച പോലെ ഞങ്ങളുടെ വീട്ടിലോട്ടൊരു വടിയാക്കിയിട്ട് അമ്മച്ചിയുടെ വീട്ടാണ് വീണത്. ആ വടി ശരിക്കും അമ്മച്ചിക്ക് ഒരു ക്യാൻസർ എന്ന രൂപത്തിലുള്ള ടെസ്റ്റിൽ ജനുവരിയിൽ ഈ രോഗം കണ്ടപ്പോൾ ഞങ്ങൾ ആദ്യം വിഷമിച്ചു. ഡോക്ടറിനെ കാണിച്ച് ലിസിച്ചെന്നു ടെസ്റ്റ് നടത്തി, സൂചി ടെസ്റ്റ് നടത്തി, മാമോഗ്രാഫി ചെയ്തു, എല്ലാം ചെയ്തു. ഡോക്ടർ റിസൾട്ട് പറയണത് ഞങ്ങളോട് പറഞ്ഞു, ഞാൻ പറയാൻ പോകുന്ന റിസൾട്ട് കേൾക്കുമ്പോൾ നീ കരയരുത്, എല്ലാം കേട്ട് നിൽക്കണം എന്ന് പറയല്ല. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു, ഇത് കേൾക്കാൻ ധൈര്യമുള്ള ഏതെങ്കിലും രണ്ടാണുങ്ങളെ വിളിച്ചുകൊണ്ടൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ എന്തെങ്കിലും എല്ലാ ആളുകളോട് വിളിച്ചു തൊഴിച്ചു. എൻ്റെ അമ്മക്ക് എന്തോ ഒരു അസുഖമുണ്ട്, വേഗം പറഞ്ഞെന്നും പറഞ്ഞ് തൊഴിച്ചപ്പോൾ ഞങ്ങളോടൊപ്പം തന്നെ അംഗന്മാർ വന്ന് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ചെറിയൊരു സർജറി. ആ സർജറിയിൽ നിന്നും ചിലപ്പോൾ ഒരു ഇഞ്ചക്ഷൻ, അത്രയേ ഉള്ളൂ. എന്താണ് രോഗമെന്നൊന്നും ഞങ്ങളുടെ അങ്ങനെ മൂത്തങ്ങൾ പറഞ്ഞില്ല. എന്നിട്ട് സർജറി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളൊരു ഇഞ്ചക്ഷൻ ഉണ്ട്, അത് നോക്കാടി എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഡോക്ടർ ഗംഗാധരൻ ലക്ഷോറിലെ ഡോക്ടറാണ്. അപ്പോൾ ഡോക്ടറിനെ ചെന്ന് കണ്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓപ്പൺ സർജറി ഫുള്ളായിട്ട് ഒരു ബ്രസ്റ്റ് മുഴുവനും എടുത്ത് കളഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ അമ്മച്ചിക്ക് കീമോയോ റേഡിയേഷനോ ഒന്നും എടുക്കേണ്ടതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ അമ്മച്ചിനെ ഓപ്പൺ സർജറി എന്ന് പറഞ്ഞാൽ ലക്ഷോറാല് ഓപ്പൺ സർജറി ചെയ്തിട്ട് നമ്മുടെ ഭാഗങ്ങളും ഇതെല്ലാം നമ്മളെ നേരിട്ട് കാണിക്കണം. ആദ്യം കാണുമ്പോൾ നമുക്കൊരു വിഷമം വരുന്നത്. അപ്പോഴും അങ്ങനെ ഇരിക്കലാണ്, ഈ സർജറി കഴിഞ്ഞിരിക്കലാണ് കീമോ വേണോ റേഡിയേഷൻ വേണോ ഇതൊക്കെ തീരുമാനിക്കുന്ന നേരത്താണ് അപ്പച്ചന ആരോ പറഞ്ഞു, അത്താണിയിലൊരു ബ്രദറുണ്ട്, അവിടെ വന്നൊന്ന് ധ്യാനം കൂടെന്ന് പറഞ്ഞു. അപ്പം അപ്പച്ചൻ അന്നും നല്ല മദ്യമാണ്. അപ്പച്ചൻ ഇവിടെ ധ്യാനം കൂടാൻ വന്ന രംഗം ഓർക്കാൻ അപ്പച്ചൻ്റെ കയ്യിൽ ബീഡി ഉണ്ടായിരുന്നു. നമ്മളൊക്കെ ഡ്രസ്സും സാധനങ്ങൾ എടുത്ത് വെച്ചപ്പോൾ അപ്പച്ചൻ ആദ്യം എടുത്ത് വെച്ചത് ബീഡി, കുപ്പിക്കുള്ള കാശി, ഇതൊക്കെ കണ്ടിട്ടാണ് അപ്പച്ചൻ ഇവിടെ വന്ന് അത്താണിയിൽ വന്ന് കയറുന്ന നേരത്ത്. അപ്പച്ചൻ വന്ന് കയറി ആദ്യത്തെ ദിവസം നിന്നു, രണ്ടാം ദിവസം എത്തിയപ്പോൾ ബ്രദർ ഗേറ്റ് അടച്ചേക്കണം. ആകനെ ദേഷ്യമായിട്ട് അപ്പച്ചൻ ആകനെ വിഷമിച്ചാണ് എങ്ങനെയെങ്കിലും പോകണം. ബ്രദറിനെ കുറേ പിണങ്ങിയും അല്ലേ ഓർക്കണില്ലേ ബ്രദറിനെ കുറേ പിണങ്ങിയും എനിക്ക് പോകണം. ബ്രദർ പറഞ്ഞു, ജോയി ചേട്ടനാ ആരും നിർബന്ധിക്കണ്ട, ജോയി ചേട്ടൻ ഇഷ്ടമുള്ളതുപോലെ ഇവിടെ കാണിച്ചോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പച്ചൻ ഇവിടെ ധ്യാനം കൂടി. പക്ഷെ ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങൾ ജനിച്ചത് എനിക്ക് തോന്നുന്നത് ഞാനും എൻ്റെ ചേച്ചിയുടെയും മാമോദീസ കുർബാനസ്വീകരണം സൈനലേഖനം ഇതിന് മാത്രമേ ഞങ്ങളുടെ അപ്പച്ചൻ ഞങ്ങളുടെ കൂടെ ഉള്ളൂ. പിന്നെ ഞങ്ങൾ പള്ളിയിൽ കാണുമ്പോൾ ഞങ്ങളുടെ അമ്മയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്, ഞങ്ങളുടെ അപ്പനുണ്ടാവാറില്ല. അപ്പനന്നും വെള്ളം. ആ സമയത്ത് ഈ അത്താണിയിൽ ധ്യാനം കഴിഞ്ഞ് വന്ന് കഴിഞ്ഞ പിന്നെ അപ്പച്ചൻ മദ്യപാനം നിർത്തി. അപ്പച്ചൻ നിർത്തിയല്ല, ഡോക്ടറിൻ്റെ സെക്കൻഡ് ഓപ്പൺ സർജറി ചെയ്തേക്കാണ് ലക്ഷോറിൽ. ഡോക്ടർ പറഞ്ഞ കീമോ എടുക്കണോ റേഡിയേഷൻ എടുക്കണോ? ആ റേഡിയേഷൻ എടുക്കുന്നോ റിസൾട്ടിൻ്റെ കേൾക്കാനായിട്ട് അമിശ്ര അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡോക്ടറാണ്. ആ അങ്കിളൊക്കെ കൂടി നോക്കി നിൽക്കാൻ വൈകുന്നേരം കാണാം. നമ്മൾ കാണാൻ ചെല്ലുമ്പോഴല്ലോ ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഒരു സ്ഥലം പോലും നമുക്ക് ഇരിക്കാൻ പറ്റില്ല. നമുക്ക് ഇരിക്കണമെങ്കിൽ നമ്മളെന്ത് ചെയ്യുന്നു, ഞാനൊക്കെ ചെയ്യണത് ഒരു ടൗൺ പോലുണ്ടല്ലോ നിലത്തിട്ടിട്ട് നമുക്ക് കുമ്പിട്ടാൽ മതി. ഞാൻ കുമ്പിടില്ല, നേരെ ഇങ്ങനെ ഇരിക്കും. ഇരുന്നിട്ട് അത്രയും നാട്ടുപേരുണ്ട്, അത്രയും ക്യാൻസർ പേഷ്യൻ്റ് കീമോ റേഡിയേഷൻ ഒക്കെ എടുത്ത് വന്ന് വിഷമിച്ചിരിക്കുന്നത് നമ്മുടെ അടുത്തോട്ട് നമുക്ക് ഇരുന്നോട്ടെ എന്ന് ചോദിക്കാൻ പറ്റുന്നതാണ്. അപ്പം നമ്മൾ അത്ര ടെൻഷൻ്റെ ഇടയ്ക്ക് അവിടെ ചെല്ലുന്ന ഡോക്ടറെ വിളിച്ച് ഞങ്ങളെ കാണാൻ കയറിയപ്പോൾ പറഞ്ഞു, ജെസിക്ക കീമോ റേഡിയേഷൻ ഒന്നും വേണ്ട, അമ്മച്ചിക്ക് മരുന്ന് കൊണ്ട് ഇത് നോർമലാക്കാം, ഇത് ഒരു പക്ഷേ ചെക്കപ്പായിട്ട് നടത്തിയാണെന്ന് ഇരുന്നോണ്ട് അത്താഴത്തെ ധ്യാനം കൂടി കൊണ്ടേട്ടാണ്ട. അപ്പച്ചൻ്റെ മദ്യപാനം നിന്ന് അപ്പച്ചൻ പള്ളിയിൽ പോയി, അമ്മച്ചനെ ക്യാൻസർ രോഗം. അങ്ങനെ ഇരിക്കുകയാണ് തുടരെ ദൈവം ഞങ്ങളെ അപ്പച്ചനെ ഏകദിനം അത്താഴയിൽ കൂടി തുടങ്ങി വന്ന് പകുതി എത്തിയപ്പോഴാണ് അപ്പച്ചൻ അമ്മച്ചനെ അസുഖത്തിൻ്റെ രണ്ടാമത് അപ്പച്ചൻ അസുഖം തുടങ്ങി. അപ്പച്ചന് ശ്വാസം കൊണ്ട് തുടങ്ങി ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ കാണിച്ചപ്പോൾ അവർ പറഞ്ഞ് മരുന്ന് ചെയ്തെങ്കിലും വയസ്സായതല്ലേ എന്നോർത്തിട്ട് അപ്പച്ചൻ അത്രയും മൈൻഡൊന്നും ആരും കാണിച്ചില്ല. അപ്പം ഞാൻ ചേച്ചിനോട് പറഞ്ഞേ, എടി പാടി നമുക്ക് അപ്പച്ചനെ കൊണ്ട് ലിസിയിലോട്ട് പോവാം എന്ന് പറഞ്ഞ് ഞങ്ങൾ ലിസി ചെന്ന് പോവാൻ ആംബുലൻസിൽ കയറ്റി. ഒരു പക്ഷേ ഇവിടെ ഏതെങ്കിലും ഒരു ഡോക്ടറുണ്ടായിരിക്കും. അപ്പച്ചനെ അവർ
മക്കളെ കൈ